നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ ചൈനയിൽ വമ്പൻ ചുഴലിക്കാറ്റായ ഡോൾഫിൻ കരതൊട്ടതിനെ തുടർന്ന് 10 ലക്ഷത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ഷാങ്ഹായ് ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിൽ നിന്നാണ് ജനങ്ങളെ വ്യാപകമായി ഒഴിപ്പിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് ഡോൾഫിൻ ചുഴലിക്കാറ്റ് കിഴക്കൻ ചൈനീസ് തീരത്ത് ആഞ്ഞടിച്ചത്. പ്രാദേശിക സമയം വൈകിട്ടോടുകൂടി സെജിയാങ് പ്രവിശ്യയിലെ യുഹു ആർ നഗരത്തിലാണ് കാറ്റ് ആദ്യമായി കരതൊട്ട സമയത്ത് മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗത്തിലായിരുന്നു കൊടുങ്കാറ്റ് വീശിയടിച്ചത്. ഇതിനുശേഷം ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ വെൻഷ്യു നഗരത്തിൽ കാറ്റ് രണ്ടാമതും കരതൊട്ടതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. കാറ്റിന്റെ വരവോടെ പ്രദേശത്തെ ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഷാങ്ഹായിൽ മാത്രം 1400-ലധികം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് അധികൃതർ നേരത്തെ ഏറ്റവും ഉയർന്ന റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെയോടുകൂടി ഇതിന്റെ തീവ്രത കുറഞ്ഞതിനെ തുടർന്ന് മുന്നറിയിപ്പ് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് നിലവാരത്തിലേക്ക് താഴ്ത്തിയിട്ടുണ്ട്. ശക്തി കുറഞ്ഞെങ്കിലും കാറ്റ് കൂടുതൽ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്കും പ്രളയത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഷാങ്ഡോങ്, ഹെനാൻ, ഹുബെയ്ഡ്, അൻസുയ, ഷിയാങ്സു, സെയ്ഗ്യാങ് എന്നീ പ്രവിശ്യകളിലും ഷാങ്ഹായ് നഗരത്തിലും തിങ്കളാഴ്ച കനത്ത മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മോശം കാലാവസ്ഥ മുൻനിർത്തി ജനങ്ങളോട് അനാവശ്യമായി പുറത്തിറങ്ങരുതെന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ കണക്കിലെടുത്ത് മേഖലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിവെച്ചു. ഷാങ്ഹായിലെ പ്രശസ്തമായ ഈ ഡിസ്നി ലാൻഡിൽ ഈ ലെഗോലാൻഡ് എന്നിവയിലൂടെ ചില ഭാഗങ്ങളിലും ദി ബണ്ട് തീരത്തെ വ്യൂവിംഗ് പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് അടച്ചിട്ടിരിക്കുന്നത്. തീരദേശ മേഖലകളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്ന പ്രവചനങ്ങൾ ഉള്ളതിനാൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആഹ്വാനം ചെയ്തു.